കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം കായണ്ണയിൽ 8 ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുള്ളതായി പരാതിയുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കപ്പെട്ട ബദർ റസീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂടെയുണ്ട്. മോന് 8 ക്ലാസ്സിൽ പഠിക്കുന്നതാണല്ലേ? എന്താ സംഭവം ശരിക്കും? അത് ഞാൻ കളിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇവിടെ വാളൂരെത്തി. അവിടുന്ന് 2 ആൾക്കാർ വെച്ചാൽ ലിഫ്റ്റ് വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ഓലെന്നോട് പറഞ്ഞ് ഞാൻ ആയിത്തരാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടന്നു പോയി. അപ്പോൾ പെട്ടെന്ന് ബേക്കിൽ വന്ന് പിടിച്ച് കയറ്റാൻ നോക്കി. അപ്പം വണ്ടി കയറ്റാൻ നോക്കി. അപ്പം പെട്ടെന്ന് ഓട്ടോറിക്ഷ അന്നേരം ഒരു എന്നെ അവിടെ വെച്ച് ഒരു വണ്ടി എടുത്തങ്ങ് പോയി. വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. അന്നേരം എൻ്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, ഇവിടെ നഖത്തിൻ്റെ കാല. അന്ന് ഓട്ടോറിക്ഷക്കാരാന്ന് ചോദിച്ചാലോ എന്നാണ് കാര്യം എന്നൊക്കെ പറഞ്ഞാലോ. ഓട്ടോറിക്ഷ ചോദിച്ചു എന്നെ സ്ഥലം എവിടെയാണ്, ഇവിടെയാണോ ചോദിച്ച്. ആൾക്കാർ നേരത്തെ കണ്ട പരിചയം ഉണ്ടോ? ഇല്ല ഒരു മറ്റേ മുഖം കെട്ടിട്ടായിരുന്നു. മുഖം മറിച്ചിരുന്നു. സംസാരിച്ചപ്പോ സംശയം തോന്നില്ല? ഇല്ല സാധാരണ ലിഫ്റ്റ് വയ്ക്കുന്ന പോലെ തന്നെ ചോദിച്ച്. പെട്ടെന്നാണ് ബേക്കിന്ന് പിടിച്ച് വലിച്ചത്. ഇല്ല പെട്ടെന്ന് ഷോക്കായി പോയി. അവിടെ അടുത്തൊന്നും അല്ലേ. ഉമ്മ അടുത്തൊന്ന് പറയാണ് ചെയ്തല്ലേ? അമ്മ അടുത്താണ്. വന്നപ്പോഴേ പേടിച്ചോണ്ടാണ് കാര്യം പറഞ്ഞു. അതെ പിടിച്ചോണ്ടാന്ന് പറഞ്ഞു. പേടിയുണ്ട്. പേടിയുണ്ടായിരുന്നു. പിന്നെ കഴുത്ത് ഒരാൾ വന്ന് പിടിച്ചെന്ന് അവിടെ വന്ന് പറഞ്ഞു. അതെ ഉണ്ട്. മുഖം മൂടി ധരിച്ച 2 പേരാണ് ഒരു വിദ്യാർത്ഥിയെ, അതും വൈകിട്ട് 5 മണി, അതായത് പട്ടാപ്പകൽ തന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. പേരാമ്പ്ര പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. തുടർ അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പും 1 വർഷം മുമ്പും സമാനമായ രീതിയിൽ കാറിൽ വന്നൊരു കുട്ടി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഇതേ കാരണയിൽ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും പ്രതികളെ പിന്നീട് പിടികൂടാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നാട്ടുകാർ ആശങ്കയിലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെറിയ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാന്നൊക്കെ നമ്മൾ പത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതാദ്യമായിട്ടുള്ള സംഭവമാണ്. യഥാർത്ഥത്തിൽ കുടുംബവും ഞങ്ങളൊക്കെ അയൽവാസികളൊക്കെ വളരെ ശരിക്കും പറഞ്ഞാലൊരു ആശങ്കയിലാണുള്ളത്. പ്രദേശത്ത് ഉള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു പേടി അകറ്റാൻ പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെടി ഈ പ്രതികളെ പെട്ടെന്ന് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യും, വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സംഭവത്തിൽ നാട്ടിൽ എന്തായാലും ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. മുഷ്താഖിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.